ദൈവം എവിടെ നമ്മെ ഏറ്റവും താണ നിലയിൽ കാണുന്നുവോ അവിടെ നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്നു. കുറവുകളോടുകൂടെ നാം ദൈവമുമ്പാകെ ചെല്ലുന്നത് ഈ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയാണ്. കർത്താവ് പറയുന്നത് ചെയ്യുന്നയാളായിരിക്കാൻ നാം വിശ്വസിക്കുന്നു എന്നതാണ് സത്യം. സത്യസന്ധത വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. സത്യസന്ധത നുണ പറയാതിരിക്കുന്നതിലും അധികമാണ്. അത് സത്യം പറയുന്നതും സത്യം സംസാരിക്കുന്നതും സത്യമായി ജീവിക്കുന്നതും സത്യത്തെ സ്നേഹിക്കുന്നതുമാണ്. നമ്മെ കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന നമ്മുടെ രക്ഷകൻ നമുക്കുള്ളതിനാൽ നമുക്ക് എപ്പോഴും ദൈവത്തെ സ്തുതിക്കാം. നമ്മെ വളരെയധികം സ്നേഹിക്കുന്ന കർത്താവ് ഹൃദയ വേദനകൾക്കിടയിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്താൻ ആഗ്രഹിക്കും. നമ്മുടെ കൈപിടിച്ച് ആസക്തികളിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കും. നമുക്ക് ഊഹിക്കാവുന്നതിലും വലിയ കാര്യങ്ങളിലേക്ക് ദൈവം നമ്മെ വിളിക്കുന്നു. നിങ്ങൾക്കായുള്ള ദൈവിക പദ്ധതി ഒരു പെട്ടിയിൽ അടച്ചു വെക്കരുത്. നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ പലപ്പോഴും ദൈവിക പദ്ധതിയിൽ നമുക്ക് മനസ്സിലാകാത്ത എന്തൊക്കെയോ കൂടെ ഉൾപ്പെടുന്നുണ്ട്. ഈ വാക്കുകൾ ഇന്ന് നമുക്ക് സ്വയം പ്രഖ്യാപിക്കാം. ഞങ്ങൾ ഊഹാഭോഗങ്ങളെയും ദൈവത്തെക്കുറിച്ചുള്ള അറിവിനെതിരെ ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും നശിപ്പിക്കുകയാണ്. കൂടാതെ ഞങ്ങൾ എല്ലാ ചിന്തകളെയും ക്രിസ്തുവിന്റെ അനുസരണത്തിലേക്ക് പിടിച്ചടക്കുന്നു. 2 കൊരിന്ത്യർ 10:5. സത്യസന്ധരായിരിക്കുക. എല്ലാ ചിന്തകളും ദൈവമുമ്പാകെ വയ്ക്കുക. സത്യസന്ധതയാണ് അറിവിന്റെ പുസ്തകത്തിലെ ആദ്യ പാഠം. ക്രിസ്തുയേശുവിലൂടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.